ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജനപിന്തുണ ഏറുകയാണ്. അറസ്റ്റിലായി 18ാമത്തെ ദിവസമാണ് പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. രാഹുലിനെ SITക്ക് കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നുവെന്നാണ് കോടതി പറഞ്ഞത്. പ്രതിഭാഗം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകളടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണ് എന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കോടതി ഉത്തരവിലുള്ളത്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം. എന്നാൽ നിലവിലെ വിവാഹ ബന്ധം വേർപെടുത്താതെ എങ്ങനെയാണ് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയുന്നത് എന്ന് കോടതി ചോദിച്ചു. പരാതിക്കാരിയോ അവരുടെ ഭർത്താവോ വിവാഹ ബന്ധം വേർപെടുത്താൻ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പീഡനം നടന്നതായി പറയപ്പെടുന്നതിന് ശേഷവും MLAയുമായി സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. വാട്സ്ആപ്പ് ചാറ്റുകളടക്കം തെളിവായി പ്രതിഭാഗം സമർപ്പിച്ചിരുന്നു. കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്ന നിഗമനത്തിലേക്കും കോടതി എത്തി. കുറ്റകൃത്യം നടന്നതിനു ശേഷം പരാതി നൽകാനുണ്ടായ കാലതാമസവും കോടതി ഗൗരവമായി തന്നെ പരിഗണിച്ചു. അറസ്റ്റിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കണ്ടെത്തിയ കോടതി SITക്ക് ഇനി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന നിഗമനത്തിലെത്തി. പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തരുത് എന്നതടക്കമുള്ള വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 11ാം തീയതി രാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും അതീവ രഹസ്യമായിട്ടാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിൽ നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് നിരീക്ഷിച്ച് ഹൈക്കോടതി. പരാതിയിൽ പറയുന്ന സംഭവത്തിന് ശേഷവും യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയായ പാലക്കാട്ടേക്ക് പോയതായി കാണുന്നുവെന്നും വാട്സ്ആപ്പ് ചാറ്റുകളടക്കം പരിശോധിച്ച കോടതി യുവതിയുടെ FIR സ്റ്റേറ്റ്മെന്റ് വായിച്ച ശേഷമാണ് പരാതിക്കാരിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. യുവതി മൊഴിയിൽ പറയുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു. വിവാഹിതയായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നതിനാൽ എങ്ങനെയാണ് പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുന്നത് എന്ന് കോടതി ചോദിച്ചു. എന്നാൽ നഗ്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണിക്കാനാകുമെന്ന് കോടതി പറഞ്ഞു. സ്റ്റോക്ക്ഹോം സിൻഡ്രോം അവസ്ഥയിലെത്തിച്ച യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതി എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. രാഹുലിനെതിരെ അതിജീവിതയും കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരേക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. 3ാം ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നലെ നിയമസഭയിലെത്തിയില്ല. അദ്ദേഹം പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. ഇദ്ദേഹത്തിന്റെ വീടിന്റെ പോലീസ് കാവലുമുണ്ട്. ഇന്ന് സംസ്ഥാന നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു. MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആദ്യ ബജറ്റ് സമ്മേളനമായിരുന്നു ഇത്. അതേസമയം കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നതിന് സമാനമായ ലൈംഗിക പീഡന ആരോപണവുമായി ആന്ധ്രാപ്രദേശിൽ ഒരു യുവതിയും രംഗത്ത് വന്നു. ജനസേന MLA ആരവ ശ്രീധർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും നിർബന്ധിത ഗർഭചിത്രത്തിന് ഇരയാക്കിയെന്നും യുവതി പറയുന്നു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് സർക്കാർ ജീവനക്കാരി കൂടിയായ യുവതിയുടെ ഗുരുതരമായ ആരോപണം. 2024 തിരഞ്ഞെടുപ്പിൽ ആരവ ശ്രീധർ കൊടൂരു മണ്ഡലത്തിൽ നിന്നും ജയിച്ചതിന് പിന്നാലെയാണ് തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് എന്ന് യുവതി പറഞ്ഞു. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി MLAയെ സമീപിച്ച തന്നെ ഭീഷണിപ്പെടുത്തി നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും കാറിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഉപദ്രവിച്ചുവെന്നും യുവതി പറഞ്ഞു. ഗർഭിണിയായതോടുകൂടി കഴിഞ്ഞ വർഷം 5 തവണ ഗർഭചിത്രം നടത്തേണ്ടി വന്നു. ഇതിനായി MLA തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി. ഭർത്താവിനെ വിളിച്ച് താനുമായുള്ള ബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെട്ടു. ജോലി ഇല്ലാതാക്കുന്നതിനെ കുറിച്ചും MLA ഭീഷണിപ്പെടുത്തി. ഗർഭചിത്രം നടത്തണം എന്നാവശ്യപ്പെട്ട് 3 ദിവസം തുടരെ ഭീഷണിപ്പെടുത്തിയെന്നും ഭർത്താവിനെ ഒഴിവാക്കിയാൽ തന്നെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയെന്നും യുവതി പറഞ്ഞു. എന്നാൽ യുവതിയുടെ ആരോപണങ്ങളെ ആരവ ശ്രീധർ നിഷേധിച്ചു. തനിക്കെതിരെയുള്ള ആസൂത്രിതമായ വീഡിയോ ആണ് പ്രചരിക്കുന്നത് എന്നും തന്നെ അറിയാവുന്നവരോട് തന്നെ കുറിച്ച് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുമെന്നും ആരവ ശ്രീധർ പറഞ്ഞു. ഞാൻ മോശം വ്യക്തിയാണ് എന്നും മോശം കാര്യങ്ങൾ ചെയ്തുവെന്നും തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ സാധിക്കുമോ എന്നും MLA ചോദിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തോളം താൻ യുവതിയെ പീഡിപ്പിക്കുന്നുവെന്നാണ് ആരോപിച്ചത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി തനിക്കെതിരെ വേട്ടയാടൽ നടക്കുകയാണ്. ഇത് സംബന്ധിച്ച് തന്റെ അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. കരിവാരി തേക്കാൻ ശ്രമിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. ആരോപണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആരോപണത്തിന് പിന്നാലെ ആന്ധ്രാപ്രദേശിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ രയ പാട്ടി ശൈലജ യുവതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യത. അതേസമയം അവിവാഹിതനായ ഒരാൾക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിയമപരമായി എന്താണ് തെറ്റുള്ളത് എന്ന് കേരള ഹൈക്കോടതി ചോദിച്ചു.
മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ രാഹുൽ മാങ്കുടത്തിൽ നൽകിയ അപ്പീൽ പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. രാഹുൽ മാങ്കുടത്തിൽ അവിവാഹിതനാണ് എന്നും ഉഭയസമ്മതപ്രകാരം അയാൾക്ക് എത്ര ബന്ധങ്ങൾ ഉണ്ടാകാം, അതിലെന്താണ് തെറ്റു എന്നും കോടതി ചോദിച്ചു. ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഒന്നാം പരാതിയിൽ രാഹുൽ മാങ്കുടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാൻ കോടതി മാറ്റി. നിലവിലെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം 2 സ്ത്രീകൾ ഇയാൾക്കെതിരെ ബലാത്സംഗ ആരോപണങ്ങൾ ഉന്നയിച്ച് 2 പരാതികൾ കൂടി നൽകിയിട്ടുണ്ട്. ഇതൊരു ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതോടുകൂടിയാണ് കോടതി ചില പരാമർശങ്ങൾ നടത്തിയത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എഫ്ഐആറുകൾ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമായി കണക്കാക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു. എല്ലാ കേസുകളും എഫ്ഐആർ ഘട്ടത്തിലാണല്ലോ എന്ന് ചോദിച്ച ഹൈക്കോടതി ഒരു കേസിൽ പോലും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കി. ഒരു അന്തിമ റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല, എല്ലാം അന്വേഷണത്തിലാണ്. നിയമപരമായ നടപടിക്രമം അനുസരിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം പോരാ, കുറഞ്ഞ പക്ഷം അന്തിമ റിപ്പോർട്ടെങ്കിലും ഉണ്ടായിരിക്കണം. ഇതോടുകൂടി രാഹുൽ മാങ്കുടത്തിൽ ഒരു കുറ്റവാളിയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഉഭയസമ്മതത്തോടു കൂടിയാണ് താൻ ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നതാണ് അയാളുടെ പ്രതിരോധമെന്നും വാദിച്ചു. ഒരാൾക്ക് ഉഭയസമ്മതത്തോടെ എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും സ്ഥാപിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നും ഇക്കാരണത്താൽ ജാമ്യം നിഷേധിക്കാനാകില്ല എന്നും കോടതി മറുപടി നൽകി. സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി അനുവദനീയമാണ്. എത്ര വേണമെങ്കിലും സമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാൻ അയാൾക്ക് കഴിയും. അതിൽ എന്ത് തെറ്റാണുള്ളത്? അയാൾ വിവാഹിതനല്ല, ധാർമ്മികമായി പോലും തെറ്റില്ല. ഇത് അനുവദനീയമാണ്. നിയമപരമായി വിവാഹിതയായ ഒരാളുമായി പോലും സമ്മതത്തോടെയുള്ള ബന്ധം അനുവദനീയമാണ്. അപ്പോൾ പിന്നെ വിവാഹിതനല്ലാത്ത ഒരാൾക്ക് ഇത്രയധികം ആളുകളുമായി സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് കോടതി ചോദിച്ചു. വിശദമായ വാദം കേൾക്കലാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായത്. കേസിലെ പരാതിക്കാർ കടുത്ത സൈബർ ഭീഷണികൾക്ക് വിധേയരായിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുൽ ഒരു സ്വാധീനമുള്ള വ്യക്തിയും MLA-യും ആയതിനാൽ കേസിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ലൈംഗിക ബന്ധം പ്രഥമ ദൃഷ്ട്യാ പരസ്പര സമ്മതത്തോടെയാണ് എന്ന് വാക്കാലായി പറഞ്ഞ കോടതി അതേസമയം ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകമായി കാണണമെന്നും വ്യക്തമാക്കി. തുടക്കത്തിൽ ബന്ധം സമ്മതത്തോടെയായിരുന്നുവെങ്കിലും പിന്നീട് ബലം പ്രയോഗിച്ചു എന്നതാണ് കോടതി നിരീക്ഷിച്ചത്. ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള ലൈംഗിക പീഡനം നടന്നുവെന്ന ആരോപണത്തിനിടയിലും പരാതിക്കാരി രാഹുലിന്റെ കൂടെ പോയി താമസിച്ചതായും കോടതി എടുത്തു പറഞ്ഞു. പരാതിക്കാരിയുടെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പ്രോസിക്യൂഷൻ വാദത്തിനിടെ ചൂണ്ടിക്കാണിച്ചു. നഗ്ന വീഡിയോ കൈവശം വയ്ക്കുന്നത് മറ്റൊരു കുറ്റമാണ് എന്നും അത് പ്രത്യേകം പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു. രാഹുലിന്റെ നിർബന്ധത്താലാണ് ഗർഭചിത്രം നടന്നത് എന്നും വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെയും മറ്റും പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി പറഞ്ഞു. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റുകൾ ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മൂന്നാമത്തെ പരാതിയിൽ നേരത്തെ തന്നെ പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചതാണ്. രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യവും ലഭിച്ചു. ഒന്നാമത്തെ കേസാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്.